السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. ما يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കിവിടെ സംസാരിക്കാനുള്ള വിഷയം പ്രധാനപ്പെട്ട ചില സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ വിഷയം ഞാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ചും ഒന്ന് ഓടിച്ചു പോകാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ നല്ലത് ഒരു സുന്നത്ത് നമസ്കാരം, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഹദീസുകൾ, വിശദീകരണങ്ങൾ അത് മനസ്സിലാക്കി പോകുന്നതായിരിക്കും ഒന്നുകൂടി നമുക്ക് നല്ലത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തഹിയ്യത്ത് നമസ്കാരവുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. പിന്നെ ഈ സുന്നതസ്കാരങ്ങൾ ഒരുപാടുണ്ട്. റവാത്തിബ് അടക്കമുള്ള സുന്നതസ്കാരങ്ങളുണ്ട്. പിന്നെ ഗ്രഹണ നമസ്കാരം, വുളൂവിന് ശേഷമുള്ള നമസ്കാരം, അങ്ങനെയുള്ള ഒരുപാട് നമസ്കാരങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സമയത്തിനനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും വിശദമായിട്ട് വിശദീകരിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇൻഷാ അല്ലാഹ് ആ രൂപത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കണം. അങ്ങനെ വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. തഹിയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം തീരെ നമസ്കരിക്കാത്ത ആളുകൾ, അവരിതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല. രണ്ടാമത്തെ വിഭാഗം ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഒക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കില്ല. അതിന്റെ പ്രാധാന്യം വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കില്ല. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ. മൂന്നാമത്തെ വിഭാഗം ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയുകയും അതങ്ങനെ തന്നെ ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അത് അവർ ഒഴിവാക്കൂല. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഇതിൽ ഒന്നാമത്തെ വിഭാഗം ആളുകളും രണ്ടാമത്തെ വിഭാഗം ആളുകളും അവരാണ് ഈ വിഷയം ശ്രദ്ധിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ചിലപ്പോൾ സ്കരിക്കും, ചിലപ്പോൾ സ്കരിക്കില്ല, തീരെ സ്കരിക്കാത്ത ആൾക്കാർ. അവ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളും അതിന്റെ വിശദീകരണങ്ങളൊന്നും മനസ്സിലാക്കൽ അനിവാര്യമാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ള ഹദീസുകൾ, തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത് ഹദീസിൽ പേര് വന്നിട്ടില്ല. തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത് ഹദീസിൽ പേര് വന്നിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസ്, ഏത് സമയത്തും പള്ളിയിൽ കയറിയാൽ 2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് പള്ളിക്കുള്ള ഒരു തഹിയ്യത്ത് എന്നുള്ള രൂപത്തിലാണ് പിന്നീട് ആ പേര് അറിയപ്പെട്ടത്. ഇത് സംബന്ധിച്ച് അഹ്ലുൽ ഇൽമ് ഈ വിഷയം ചർച്ച ചെയ്തിട്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ ആ വിഷയത്തിൽ വന്നിട്ടുള്ള 1-2 ഹദീസുകൾ, വളരെ പ്രധാനപ്പെട്ട ചില ഹദീസുകൾ. ഒന്ന്, ജാബിർ റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള ഹദീസ്. അദ്ദേഹത്തിൽ പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന്, ജാ റജുലുൻ വന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു നാസ ഫിൽ ജുമുഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസം ജനങ്ങളോട് ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലൈത യാ ഫുലാൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, നീ നിസ്കരിച്ചോ? യാ ഫുലാൻ. ഖാല. അയാൾ പറഞ്ഞില്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല. ഖാല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖും ഫർക റകഅത്തൈൻ. എഴുന്നേൽക്ക്, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരിയാണ്. ഇതിന്റെ വേറെ ചില റിപ്പോർട്ടുകളിൽ ഈ വന്ന ആളാരാണെന്നുള്ളത് പറയേണ്ടത് സുലൈഖ് എന്ന് പറയുന്ന ആളാണ്. സുലൈഖുൽ ഖതഫാനി ആണ് വന്നത് എന്നുള്ളത് ഇതിന്റെ വേറെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി നമ്മൾ വായിച്ചിട്ട് ഇത് മനസ്സിലാക്കണം. കാരണം ആദ്യം പറഞ്ഞ റിപ്പോർട്ടിൽ ഇല്ലാത്തത്, ഹദീസിൽ ഇല്ലാത്ത ചില ഭാഗങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് എങ്ങനെയാണ്? അതിൽ ജാ സുലൈഖുൽ ഖതഫാനിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു. സുലൈഖ് വന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഫഖാല ലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്വല്ലൈത റകഅതൈനി ഖബ്ല അൻ തജിഅ. നീ ഇവിടെ വന്നിരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഖാല. സുലൈഖ് പറഞ്ഞു, ഇല്ല. അപ്പൊ ഈ റിപ്പോർട്ടിൽ പേര് വന്നിട്ടുണ്ട് സുലൈഖുൽ ഖതഫാനി.
അയാൾ പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ടില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസ്വല്ലി റക്അതൈനി, നീ 2 റക്അത്ത് നിസ്കരിക്കണം, വതജവ്വസ് ഫീഹിമ, അത് ചുരുക്കി നിസ്കരിക്കണം. അപ്പൊ ഇതിന്റെ റിപ്പോർട്ടിൽ ഇത് വന്നിട്ടുണ്ട്, 2 റക്അത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്ത് എങ്ങനെയാകണം? വതജവ്വസ് ഫീഹിമ, ആ 2 റക്അത്തും ചുരുക്കിയിട്ട് നിസ്കരിക്കണം. ഇത് ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇനി ഇതിന്റെ വേറെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്, ജാബിർ റളിയല്ലാഹുവിലും തന്നെ വന്നിട്ടുള്ളതിൽ കാണാം, ബൈനമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു യൗമൽ ജുമുഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅ ദിവസം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇത് ജാഅ റജുലുൻ, അങ്ങനെ അയാൾ കയറി വന്നു എന്ന് പറഞ്ഞിട്ട് കാണാം, ഫഖഅദ സുലൈകുൻ ഖബ്ല അൻ യുസല്ലിയ എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഫഖഅദ സുലൈകുൻ ഖബ്ല അൻ യുസല്ലിയ, 2 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് സുലൈക്ക് ഇരുന്നു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, മുസ്ലിമിന്റെ ഈ റിപ്പോർട്ടിൽ. അപ്പൊ ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുലൈക്കിനോട് പറഞ്ഞു, റക്അത്തൈനി, നീ 2 റക്അത്ത് നിസ്കരിച്ചോ? സുലൈക്ക് പറഞ്ഞു ഇല്ല, നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എഴുന്നേൽക്ക്, 2 റക്അത്ത് നിസ്കരിക്കും. ഇത് സുലൈക്കുമായിട്ട് ബന്ധപ്പെട്ടത് വെള്ളിയാഴ്ചത്. ഇനി ഇതല്ലാത്തതുമായ വേറെ ചില ഹദീസുകൾ ഇതിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അംറും വന്നിട്ടുണ്ട്, നഹിയും വന്നിട്ടുണ്ട്. ഈ വിഷയത്തില് ഈ സുലൈക്കിന്റെ റിപ്പോർട്ട് അല്ലാത്തതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കില്ല എന്നുള്ള, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. ഇത് മുഹാഫദത്താക്കാത്ത ആൾക്കാർ ഈ കാര്യം ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംറും ഇതിൽ വന്നിട്ടുണ്ട്, നഹിയും ഇതിൽ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടുകൾ, അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ ഫൽയർക റക്അത്തൈനി, അവൻ 2 റക്അത്ത് നിസ്കരിക്കണം, ഖബ്ല അൻ യജ്ലിസ, ഇരിക്കുന്നതിന്റെ മുമ്പ്. ഇത് അംറാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ ചർച്ച നടക്കുന്നത് എന്താണെന്ന് അറിയോ? തഹിയ്യത്ത് നമസ്കാരത്തിന് ഫദ്ലുണ്ടോ അല്ലേ എന്നുള്ളതല്ല, അത് വാജിബാണോ ഫറലാണോ സുന്നത്താണോ എന്നുള്ളതാണ് ചർച്ച. അതിന് ഫദ്ലുണ്ടോ അല്ലേ എന്നുള്ളതല്ല. തഹിയ്യത്ത് നിസ്കാരം വാജിബാണോ, അത് ഫറലാണോ, അതല്ല സുന്നത്താണോ? അത് വാജിബാണെന്ന് പറയുന്ന ആൾക്കാർ കൊണ്ടുവരുന്ന ഒരു തെളിവ് ഈ ഹദീസാണ്. എന്നാൽ പ്രബലമായ അഭിപ്രായത്തിൽ തഹിയ്യത്ത് നിസ്കാരം എന്താണ്? സുന്നത്തുൻ മുഅക്കദ, വളരെ പ്രബലമായിട്ടുള്ള ശക്തമായിട്ടുള്ള സുന്നത്താണ് തഹിയ്യത്ത് നിസ്കാരം. പ്രബലമായിട്ടുള്ള സുന്നത്തുൻ മുഅക്കദ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇത് ആദ്യം വാജിബാണെന്ന് പറയുന്ന ആളായിരുന്നു. ആദ്യം അദ്ദേഹം ഇതിനെ കുറിച്ച് പറഞ്ഞത്, ഇത് വാജിബാണെന്നുള്ള അഭിപ്രായം ഖവിയുൻ ജിദ്ദൻ ജിദ്ദൻ എന്ന് അദ്ദേഹം പറഞ്ഞത്. ആര്? ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഖവിയുൻ ജിദ്ദൻ ജിദ്ദൻ. ഇത് തഹിയ്യത്ത് നിസ്കാരം പള്ളിയിൽ ഏത് സമയത്ത് പള്ളിയിൽ പ്രവേശിച്ചാലും 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറയുന്ന ആ ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അഭിപ്രായം അതായിരുന്നു. പിന്നീട് അദ്ദേഹം അഭിപ്രായത്തിൽ നിന്ന് മാറി അദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്ത് റാജിഹായിട്ടുള്ള അഭിപ്രായം അത് പ്രബലമായിട്ടുള്ള സുന്നത്തുൻ മുഅക്കദ ആണ് എന്നുള്ളത് പിന്നീട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അപ്പൊ ഇതിലെന്താ വെച്ചാൽ ഒന്ന് അംറാണ്. ഏത്? ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫൽയർക റക്അത്തൈനി ഖബ്ല അൻ യജ്ലിസ്, ഇരിക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കണം. ഇരിക്കുന്നതിന്റെ മുമ്പ് അവൻ ഏത് സമയത്ത് പള്ളിയിൽ പ്രവേശിച്ചാലും 2 റക്അത്ത് നിസ്കരിക്കട്ടെ, അംറ് വന്നു. ഇത് അബൂ ഖതാദയിൽ നിന്ന് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ഇനി ഇതിൽ നഹി വന്നത്, അപ്പൊ അംറ് പറഞ്ഞു. ഇനി ഇതിൽ നഹി വന്നത് ഇരിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിൽ 2 റക്അത്ത് നിസ്കരിക്കണം, ഇരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കണം, അംറ്. ഇനിയുള്ള റിപ്പോർട്ടിൽ അബൂ ഖതാദയിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ്, കണ്ടോ, നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റക്അത്തൈൻ. ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. 2 റക്അത്ത് നിസ്കരിക്കുന്നത് വരെ ഇരിക്കരുത്. അപ്പോ ഫലാ യജ്ലിസ്, കണ്ടോ, ഇവിടെ നഹിയും വന്നു, വിരോധം വന്നു. അപ്പൊ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംറ് വന്നിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കണമെന്നുള്ള കൽപ്പന വന്നു. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഹി വന്നു, നിങ്ങൾ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ളത് വന്നു. പിന്നെ സുലൈക്കിന്റെ സംഭവം പറഞ്ഞു. അപ്പൊ അത് വെള്ളിയാഴ്ചയാണെങ്കിൽ, ചില ആൾക്കാർ വെള്ളിയാഴ്ച ഇമാമ് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല, നിസ്കരിക്കാതെ അവിടെ ഇരിക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിച്ച സുലൈക്കിനെ എഴുന്നേൽപ്പിച്ചു, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. ഇതിന്റെ വേറെ ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, അവൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യട്ടെ, സുമ്മ ലിയഖുദ് ബഅദു ഇൻഷാ ഔ ലിയദ്ഹബ ലിഹാജതിഹി, അതിനുശേഷം അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നു കൊള്ളട്ടെ, അല്ലെങ്കിൽ അവന്റെ ആവശ്യത്തിന് വേണ്ടി അവൻ പുറത്തു പോയിക്കൊള്ളട്ടെ. പള്ളിയിലേക്ക് വന്ന ഒരാൾ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, ഇനി അവൻ ആ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം അവൻ ഇരിക്കുകയാണെങ്കിൽ അവൻ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ പോയിക്കൊള്ളട്ടെ എന്നുള്ളത് അബൂ ഖതാദയിൽ തന്നെ അബൂദാവൂദിൽ ഉദ്ധരിച്ചിട്ടുള്ളത്, പിന്നെ ഷെയ്ഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അപ്പൊ ആ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അവൻ എന്ത് ചെയ്യുക, അവിടെ വേണമെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അവന് പുറത്തു പോകാം. പക്ഷെ ആ 2 റക്അത്ത് അവിടെ നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും ഇതിൽ വളരെയധികം ശുഷ്കാന്തി കാണിച്ചിരുന്നു. അതിലൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. മർവാൻ, ഉമവി ഖലീഫ, മർവാൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അയാൾ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വന്നത്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ഇബ്നു ഹജർ ഫത്തുൽ ബാരിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്നദുകളിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്.
അങ്ങനെ അദ്ദേഹം വന്നു അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ജാ മർവാൻ ബിൻ ഹക്കം യഖ്തുബു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചയാണ് അയാൾ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫഖാമ യുസല്ലി അർറകഅത്തൈൻ, അപ്പോ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുന്നേറ്റു. ഫജാ ഇലൈഹിൽ അഹ്റാസു ലിയുജ്ലിസു, അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ മർവാന്റെ കാവൽക്കാര് പട്ടാളക്കാര് വന്നിട്ട് അബൂ സഈദ് അൽ ഖുദരി പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് നോക്കി. അങ്ങനെ അബാ നജ്ലിസ ഹത്താ സ്വല്ല റക്അത്തൈൻ, അദ്ദേഹം അവരോട് പോയി പണിയെത്താൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഇരിക്കാൻ വിസമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം ചെയ്തു 2 റക്അത്ത് നിസ്കരിച്ചു. പട്ടാൾക്കാർ വന്ന് ഇരുത്താൻ വേണ്ടി നോക്കി. ഈ 2 റക്അത്ത് നിസ്കരിച്ചു. അതിനതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. മർവാനുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അതിനതിൻ്റെതായ ചില വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്നില്ല. അദ്ദേഹം ചെയ്തു ആ 2 റക്അത്ത് നിസ്കരിച്ചു. അതിനുശേഷം ഫലമ്മ ഖള സ്വലാത്ത് അതൈനാഹു ഫഖുൽനാ ലഹു യാ അബാ സഈദ് കാദ ഹൗലായ നഫഅലു ബിക, അങ്ങനെ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? ഫഖാല അബൂ സഈദ്, അപ്പൊ അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ കുൻതു ലി അദാഹുമാ ലി ഷൈഇൻ ബഅദ ഷൈഇൻ റഅയ്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാനത് കണ്ടതിന് ശേഷം പിന്നീട് ഞാനത് ഒഴിവാക്കിയിട്ടില്ല, ഞാനത് ഒഴിവാക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 റക്അത്ത് നിസ്കരിച്ചതിന് കണ്ടതിന് ശേഷം ഞാനത് ഒഴിവാക്കിയിട്ടില്ല. ഏത് തഹിയ്യത്തിന്റെ കാര്യം പറഞ്ഞു. പല ആളുകളും മടി കൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കുന്നത്, അലസത കൊണ്ട് മാത്രമാണ് അത് ഒഴിവാക്കുന്നത് തഹിയ്യത്ത് നിസ്കാരം. അതിന്റെ ഹദീസുകളൊക്കെ നല്ല ബോധ്യം ഉണ്ടാവും. പക്ഷെ അലസത കൊണ്ടും മടി കൊണ്ടും മാത്രം തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾ. ഇവിടെ മർവാന്റെ പട്ടാളക്കാർ വന്നിട്ട് ഇരുത്താൻ നോക്കിയിട്ട് പോലും അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു പറഞ്ഞത് അല്ലാഹു റസൂൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിസ്കരിക്കാതെ ഇരിക്കൂല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം നിസ്കരിച്ചിട്ടാണ് അവിടെ ഇരുന്നത്. എന്നിട്ട് ആ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുക. അതിന്റെ ബാക്കി ഭാഗത്ത് അങ്ങനെ ഹദീസുകൾ അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ വന്നിട്ടുള്ള ഹദീസുകൾ. അപ്പൊ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇനി ഉലമാക്കൾ ഇതിൽ നൽകിയിട്ടുള്ള വിശദീകരണം അത് ചുരുക്കത്തിൽ ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന് ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ചിലത് ഞാൻ പറഞ്ഞുതരാം, ചിലത് അതിന്റെ വിശദീകരണം പറഞ്ഞുതരാം. ഷെയ്ഖ് ബിൻ ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇതിന് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത് വാജിബാണോ? അദ്ദേഹം പറഞ്ഞു, അൽ മഷ്ഹൂർ ഇൻദൽ ഉലമാ അന്നഹു ലിൽ ഇസ്തിഹ്ബാബ്, അത് മുസ്തഹബാണ് എന്നുള്ളതാണ് മഷ്ഹൂറായിട്ടുള്ള അഭിപ്രായം. എന്നിട്ട് അദ്ദേഹം പിന്നെ അത് നിർബന്ധമല്ല എന്നുള്ളതിനെ തെളിവ് പറഞ്ഞു. കാരണം ഒരു ദിവസം എന്നുള്ള നിസ്കാരം 5 വക്താണെന്നുള്ള ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്നാൽ അത് വാജിബാണെന്നുള്ള അഭിപ്രായം ഖൗലുൻ ഖവിയ്യുൻ, അത് നിർബന്ധമാണെന്നുള്ള അഭിപ്രായം, അതിന് ഫദലുണ്ട് എന്നുള്ള അഭിപ്രായമല്ല, തഹിയ്യത്ത് നിസ്കാരത്തിന് ഫദലുണ്ട് എന്നുള്ള അഭിപ്രായമല്ല, അത് വാജിബാണെന്നുള്ള അഭിപ്രായം ഖവിയായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം ലിഅന്ന ഫീഹിൽ അംർ, ആ വിഷയത്തിൽ തഹിയ്യത്ത് പള്ളിയിൽ പ്രവേശിച്ചാൽ നിസ്കരിക്കണം എന്ന വിഷയത്തിൽ അംർ വന്നിട്ടുണ്ട്. ഫലിർക്ക റക്അത്തൈൻ, ഹദീസിന്റെ ഭാഗം അടുത്ത് ഉദ്ധരിച്ചു. അപ്പൊ അംറുണ്ട്. വഫീഹി അന്നഹിയു, ആ വിഷയത്തിൽ നഹി വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരോധം വന്നിട്ടുണ്ട്. ഫലാ യജ്ലിസ്, ഇരിക്കരുത് എന്നും പറഞ്ഞിട്ടുണ്ട്. അംറുണ്ട്, നഹിയുണ്ട്. അതുകൊണ്ട് ഫയംബഗി അല്ലാ യതസാഹൽ ഫീ ഹാദാ, അതുകൊണ്ട് ഒരാളും ഈ വിഷയത്തിൽ അലംഭാവം കാണിക്കരുത്. കണ്ടോ, തഹിയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ആരും അലംഭാവം കാണിക്കരുത്. അതുകൊണ്ട് ഫൈദ ദഖല വഹുവ ത്വാഹിറുൻ, ഒരാൾ വുളു എടുത്തിട്ടാണ് പള്ളിയിലേക്ക് പ്രവേശിച്ചതെങ്കിൽ സ്വല്ല റക്അത്ത് 2 റക്അത്ത് നിസ്കരിക്കണം. വയഹ്ദർ, അവൻ ഭയപ്പെടണം. അത്തസാഹുലു ഫീ ഹാദാ, ഈ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവത്തെ, മടിയെ അവൻ ഭയപ്പെടുകയും ചെയ്യാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ശറഹ് മുഹദ്ദബിലും മജ്മൂഇലും അദ്ദേഹത്തിനെ വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇതിൽ ഇജ്മാ ഉണ്ട്, ഉലമാക്കൾക്കിടയിൽ ഇത് മുസ്തഹബാണെന്നുള്ള കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വയുക്റഹു അൻ യജ്ലിസ മിൻ ഗൈരി തഹിയ്യത്തിൻ ബിലാ ഉദ്രിൻ, ഉദ്ർ ഇല്ലാതെ ഒരാളെ തഹിയ്യത്ത് നിസ്കരിക്കാതിരിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഉദ്ർ ഇല്ലാതെ, ഒരു ഉദ്റുമില്ല, മടി കൊണ്ട് മാത്രം ഒരാൾ തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത് അത് കറാഹത്താണ്. എന്നിട്ട് അദ്ദേഹം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു, നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസില്ലേ ഫലാ യജ്ലിസ് എന്ന് പറഞ്ഞല്ലോ, ഇരിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസ് അദ്ദേഹം ഈ വിഷയത്തിൽ ആര് കൊണ്ടുവരികയാണ്? നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കൊണ്ടുവരികയാണ്. ഇനി ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി, നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവര് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതിന്റെ പ്രാധാന്യം. ഒന്ന്, നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, സുലൈഖിന്റെ സംഭവം. ആ സുലൈഖിന്റെ സംഭവത്തിലുള്ള ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർത്തി. ഏത്? ഈ തഹിയ്യത്തിന്റെ കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകൾക്കുള്ള വിശദീകരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർത്തിയത് എന്തിനാ? നിസ്കരിക്കാത്ത ആളോട്, തഹിയ്യത്ത് നിസ്കരിക്കാത്ത ആളോട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയാനാണ്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർത്തി. രണ്ടാമത്, ഇരുന്ന ആളെ എഴുന്നേൽപ്പിച്ചു. അയാൾ ജാഹിലായിരുന്നു എന്നുള്ളതാണ്. ഈ വിഷയത്തെ കുറിച്ച് അയാൾ ജാഹിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിചാരിക്കാമായിരുന്നു ഇയാൾ ജാഹിലല്ല, സുന്നത്തല്ലേ, അതും എല്ലാവരും ഇരിക്കണമുണ്ട്, മുസ്ലിങ്ങൾ മൊത്തം ഇരിക്കുന്നുണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസമാണ്, അല്ലാതെ ഇരുന്നോട്ടെ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കും ഫർക റക്അത്ത്, എഴുന്നേൽക്ക്, ആദ്യം നിസ്കരിച്ചോന്ന് ചോദിച്ചു, എഴുന്നേൽക്ക്, നിസ്കരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കും. ഇരുന്ന ആളെ, സുന്നത്തല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിക്കായിരുന്നു. അതും ഖുതുബയാണ്, വെള്ളിയാഴ്ചയാണ്, എല്ലാ മുസ്ലിങ്ങളും ഉണ്ട്. പക്ഷെ
അയാളെ എഴുന്നേൽപ്പിച്ചിട്ട് അയാൾ ജാഹിലാണെന്നുള്ള ഒരു പരിഗണന കൊടുത്തില്ല, അതൊരു സുന്നത്ത് എന്നുള്ള പരിഗണന കൊടുത്തില്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അയാളെ എഴുന്നേൽപ്പിച്ചു. രണ്ടാമത്തത്. മൂന്നാമത്തത്, ആളെ എഴുന്നേൽപ്പിച്ച് നിസ്കരിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും പള്ളിയിലേക്ക് വരികയാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ളത് എല്ലാവർക്കും പഠിപ്പിച്ചു. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം എന്താ വെച്ചാല്, നേരത്തെ പറഞ്ഞ സുലൈഖിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞല്ലോ, വ തജവ്വസ് ഫീഹിമ, നീ 2 റക്അത്ത് നിസ്കരിക്കുന്നു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചുരുക്കി നിസ്കരിക്കണം. അപ്പൊ ചുരുക്കിയിട്ടെങ്കിലും തയ്യത്ത് നിസ്കരിക്കണം. ഇവിടെ ഈ അലസതല്ല ആൾക്കാരാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇത് തീരെ നിസ്കരിക്കാത്ത ആൾക്കാർ ഈ കാര്യം ശ്രദ്ധിക്കണം. 2 റക്അത്ത് ചുരുക്കിയിട്ടെങ്കിലും നിസ്കരിക്കണം എന്ന് കിട്ടിയില്ലേ, നീ അത് ദീർഘിച്ചു പോകണ്ട, ചുരുക്കിയിട്ടെങ്കിലും 2 റക്അത്ത് തജവ്വസ് ഫീഹിമ, ആ 2 റക്അത്ത് നീ ചുരുക്കിയിട്ട് നീ അത് നിർവഹിക്കുക. അപ്പൊ എന്നിരുന്നാൽ പോലും എന്ത് പാടില്ല, തഹിയ്യത്ത് ഒഴിവാക്കരുതെന്ന് കിട്ടി. നീ ചുരുക്കിയിട്ടെങ്കിലും നിസ്കരിക്കണം എന്ന് ആ പറഞ്ഞതില്ല, തഹിയ്യത്ത് ഒഴിവാക്കരുതെന്നാണല്ലോ ഇന്ന് കിട്ടുക. ചുരുക്കിയിട്ടെങ്കിലും ആ 2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളത് പറഞ്ഞു. നാലാമത് അതിൽ വരുന്നൊരു വിഷയം, ഖുത്ബ നടക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. ഇനി ഒരാൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടാൽ അയാളോട് മിണ്ടാതിരിക്കുന്നുള്ളത് പറയാനും പാടില്ല. അങ്ങനെ ചെയ്താൽ നീ അനാവശ്യം പ്രവർത്തിച്ചതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതിന്റെ പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്താ, ഖുത്ബയിൽ നിന്ന് ശ്രദ്ധ തെറ്റും. അതുകൊണ്ട് ഒരാൾ ഈ ഖുത്ബ നടക്കുമ്പോൾ സംസാരിച്ചില്ല, സംസാരിക്കുന്ന ആളോട് എന്ത് പറയരുത്, മിണ്ടരുത് എന്നുള്ളത് പറയാൻ പാടില്ല. അല്ലെ, പല കാരണങ്ങൾ പറഞ്ഞു. ഒരു കാരണം എന്താ, രണ്ടുപേരുടെയും ശ്രദ്ധ ഖുത്ബയിലും തെറ്റും. അപ്പൊ തഹിയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഖുത്ബയിലും ശ്രദ്ധ തെറ്റൂലേ. മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ പോകുന്നത് 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴല്ലേ. ആലോചിക്കണം. സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാൻ എളുപ്പമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു, 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞു. കേട്ടോ, അവിടെ ആ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. അഞ്ചാമതായിട്ട് പറഞ്ഞ എന്താ വെച്ചാല്, ഖുത്ബ കേൾക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഖുത്ബ കേൾക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആ നിർബന്ധമായ ഒരു കാര്യത്തിൽ നിന്ന് വേറെ കാര്യത്തേക്ക് തിരിയണമെങ്കിൽ എന്ത് വേണം, ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു തത്വമുണ്ട്. ഒരു നിർബന്ധ കാര്യം ഒഴിവാക്കിയിട്ട് അത് വിട്ടിട്ട് വേറൊരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ ആ കാര്യം എന്തായിരിക്കണം, ഒന്നുകിൽ നിർബന്ധമായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്ട്രോങ് ആയ പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. ഇത് തയ്യത്ത് നിസ്കാരം നിർബന്ധമാണെന്നുള്ളത് ഷെയ്ഖ് അൽബാനി തെളിവ് പിടിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. ഈ സംഭവം അതിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. എന്ത്, ഒരൊറ്റ വാചകം ഞാൻ വായിച്ചുതരാം. വസമാഉൽ ഖുത്ബത്തി വാജിബുൻ, ഖുത്ബ കേൾക്കുക എന്നുള്ളത് നിർബന്ധമാണ്. മനസ്സിലായല്ലോ, ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് വാജിബാണ്. വലാ യുസ്തഗൽ അൻ വാജിബിൻ, ആ വാജിബിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരാൾ തിരിയാൻ പാടില്ല. ഇല്ലാ ബി വാജിബിൻ മിസ്ലിഹി, അതേപോലുള്ള ഒരു വാജിബാണെങ്കിൽ മാത്രമേ ആ ഒരു വാജിബ് വിട്ടിട്ട് മറ്റേ വാജിബിലേക്ക് തിരിയാൻ പാടുള്ളൂ. ഔ ഖദമിൻഹു, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മനസ്സിലാണ്ടോ? അപ്പൊ ആ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ള വാജിബിൽ നിന്ന് ഒരാള് ഇതിലേക്ക് തിരിയാണ്, ഈ 2 റക്അത്ത് നിസ്കരിക്കുന്നതിലേക്ക് തിരിയാണ്. അപ്പൊ അതിന് അത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കുറെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ അതാണ് അദ്ദേഹം ആര് പറഞ്ഞത്, ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. ഇതേ കാര്യം ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ദർസ് തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഞാനത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ചുരുക്കത്തിൽ അതിൽ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വലിഹാദാ, ഈ കാരണം കൊണ്ട് തന്നെ നഹ്സു ഇഖ്വാനിൽ മുസ്ലിമീൻ, എന്റെ മുസ്ലിം സഹോദരങ്ങളോട് എനിക്ക് നൽകാനുള്ള നസീഹത്ത് അല സ്വലാത്തി റക്അത്തൈനി ഇദാ ദഖലു അൽ മസ്ജിദ്, അതിൽ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇബ്നു തൈമിയ്യയുടെ വിശദീകരണത്തിലുണ്ട്, അൽബാനിന്റെ ഇതിലുണ്ട്, നവവിന്റെ ഇതിലുണ്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള വിശദീകരണം. അതിന്റെ ചുരുക്കമാണ് ഞാൻ ആ മലയാളത്തിൽ പറഞ്ഞു കേട്ടോ, ഞാനത് ഓരോന്നും വിശദീകരിക്കുന്നില്ല. എന്നിട്ട് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എനിക്ക് അവരോടുള്ള നസീഹത്ത് എന്താണ്, അവർ പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കണം. വഹും അലാ ത്വഹാറത്തിൻ, അവർ വുദൂവോട് കൂടിയിട്ടാണ് ആ പള്ളിയിൽ പ്രവേശിച്ചിട്ടുള്ളതെങ്കിൽ ഖബ്ല അൻ യജ്ലിസു, അവർ ഇരിക്കുന്നതിന്റെ മുമ്പ്, കാരണം ലി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദാലിക വലി നഹീഹി അൻ ജുലൂസി ഖബ്ല സ്വലാത്തി, രണ്ടും പറഞ്ഞു. കാരണം ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വന്നിട്ടുണ്ട്, നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ള വിരോധവും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോടുള്ള മുസ്ലിം സഹോദരങ്ങളോട് ഉപദേശിക്കാനുള്ളത് എന്താണ്, അവർ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. നവവി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണേ, ഇങ്ങനെയുള്ള നേരത്തെ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണ വഅംറഹു ബിഹാ ബഅദൻ ഖാദ വകാന ഹാദൽ ജാലിസു ജാഹിലൻ, അതിന്റെ ബാക്കിയാണ് ഞാൻ വിശദീകരിക്കുന്നത് കേട്ടോ. വകാന ഹാദൽ ജാലിസു ജാഹിലൻ, ആ വന്നിരുന്ന ആള്, നിസ്കരിക്കാതെ വന്നിരുന്ന ആള് ജാഹിലായിരുന്നു. പിന്നെ ഹുക്കുമഹാദിന്റെ ഹുക്കുമിനെ സംബന്ധിച്ച് ജാഹിലായിരുന്നു. ദല്ല അലാ തഅക്കുദിഹ, എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത് അത് തഅക്കുദാണ് എന്നുള്ളതിനെ അറിയിക്കുന്നു. മാത്രമല്ല വഅന്നഹ ലാ തുത്രകു ബിഹാലിൻ, ഒരു സന്ദർഭത്തിൽ അത് ഒഴിവാക്കാൻ പാടില്ല എന്നും, വലാ ഫീ വഖ്തി മിനൽ ഔഖാത്തി, ഒരു സമയത്തും അത് ഒഴിവാക്കാൻ പാടില്ല, ഒരു സന്ദർഭത്തിലും അത് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതും ഇത് നമ്മൾ അറിയിക്കുന്നു. ആര് പറയാണ്, നബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അപ്പൊ ഒരു വക്ത്, ഒരു സമയത്തും, അതേപോലെ ഒരവസ്ഥയിലും
ഒരു സന്ദർഭത്തിലും അത് ഒഴിവാക്കാനും പാടില്ല എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത് ആര് പറയണം? നബവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് വിശദീകരിച്ചു തരാം. അപ്പൊ ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞതുപോലെ അതിലെന്ത് കാണില്ല, ആ വിഷയത്തിൽ നമ്മൾ തസാഹുൽ അലംഭാവം കാണിക്കാൻ പാടില്ല ഇത് നിസ്കരിക്കുന്ന കാര്യത്തിൽ. അപ്പൊ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം. അപ്പൊ വളരെയധികം പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് പിന്നെ തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുള്ളത്, തഹിയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില സംശയങ്ങൾ. യാത്രയിൽ ഒരു മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ? നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇത് ആമായിട്ടുള്ള കൽപ്പനയാണ്. അപ്പൊ ഒരു യാത്രക്കാരനാണെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാൽ എന്ത് ചെയ്യണം? അവൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നുള്ളതാണ്. യാത്രയിൽ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളൊന്നും വേണ്ട എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ്. യാത്രയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുള്ളത് റവാത്തിബുകളാണ്. ആ റവാത്തിബുകൾ എന്ന് പറഞ്ഞാൽ സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള റവാത്തിബുകൾ ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുള്ളത്. വിത്ർ നിസ്കരിച്ചിട്ടുണ്ട്, സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ട്, പിന്നെ ളുഹ നിസ്കരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽപ്പെട്ടതാണ് തഹിയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ആരുടെ പള്ളിയിൽ കയറി ആൾക്കാരുടെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പനകൾ അനുസരിക്കണം. 2 റക്അത്ത് നിസ്കരിക്കുക, 2 റക്അത്ത് നിസ്കരിക്കാതെ അവിടെ ഇരിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? സുന്നത്ത് തന്നെയാണ്. ഇനി അതിൽ വരുന്ന മറ്റൊരു വിഷയം എന്താ വെച്ചാൽ, ഖതീബിനെ സംബന്ധിച്ചിടത്തോളം അയാൾ തഹിയ്യത്ത് നിസ്കരിക്കണം. പള്ളിയിലേക്ക് വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന ഖുത്ബ നടത്താൻ വേണ്ടി വരുന്ന ഖതീബിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജുമ പിന്നെ നിർവഹിക്കാൻ വേണ്ടി വന്ന ആളാണ്. അയാൾ എന്താ ചെയ്യേണ്ടത്? അയാൾ തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ അല്ലേ? ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അവര് തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ആര്? ഖതീബ്. അയാൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരെ ആ മിമ്പറിലേക്ക് കയറുക എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഓരോന്നും വിശദീകരണങ്ങൾ വായിക്കുന്നില്ല. അതിലൊന്ന് മാത്രം ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഈ വിഷയത്തിൽ ചോദിച്ചു. എന്ത്? ചില ഖതീബുമാർ വരും, എന്നിട്ട് അവർ 2 റക്അത്ത് നിസ്കരിക്കും, തഹിയ്യത്ത് നിസ്കരിക്കും, എന്നിട്ട് നേരെ മിമ്പറിലേക്ക് കയറും. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാ നഅലമു ലിഹാദാ അസ്ലൻ, ഇതിന് ഒരു അസ്ലും നമ്മൾ കാണുന്നില്ല. ഇത് അടിത്തറല്ല, അടിസ്ഥാനമല്ല. ഇങ്ങനെ ഖതീബുമാർ ചെയ്യുന്നതിന് അടിസ്ഥാനമല്ല. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല യഖ്സുദുൽ മിമ്പർ മുബാശറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ എന്താ ചെയ്യുക? നേരെ അദ്ദേഹം ആ മിമ്പറിലേക്ക് കയറും, ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി നേരെ മിമ്പറിലേക്ക് കയറും. വലാ യുസല്ലി തഹിയ്യത്തുൽ മസ്ജിദി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹിയ്യത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ ആ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി വെള്ളിയാഴ്ച ബാങ്ക് കൊടുക്കുന്ന സമയത്ത് വരിക, നേരെ മിമ്പറിലേക്ക് കയറുക എന്നുള്ളതാണ്. അവിടെ വന്നിട്ട് 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക, എന്നിട്ട് മിമ്പറിലേക്ക് കയറുക എന്നുള്ളതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയ. അതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം. മനസ്സിലാകണ്ടല്ലോ, ഖതീബ് നേരെ വന്നിട്ട് മിമ്പറിൽ കയറുകയാണ് വേണ്ടത്, തഹിയ്യത്ത് നിസ്കരിക്കല്ല ചെയ്യേണ്ടത്. അതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി അതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു വിഷയമാണ്, നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളുണ്ട്. ഇപ്പോൾ ഫജറിന് ശേഷം, അതേപോലെ തന്നെ അസറിന് ശേഷം, അതേപോലെ തന്നെ നട്ടുച്ച സമയത്ത്, ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയ്യത്ത് നിസ്കരിക്കാൻ പാടുണ്ടോ? തഹിയ്യത്ത് നിസ്കരിക്കാം എന്നുള്ളതാണ്. വിരോധിക്കപ്പെട്ട സമയത്തും തഹിയ്യത്ത് നിസ്കരിക്കുക, അതാണ് അതിൽ പ്രബലമായ അഭിപ്രായം. അതിൽ അഭിപ്രായ ഉണ്ട്. ചില ആളുകൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? പാടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ വന്നുള്ള പ്രബലമായ അഭിപ്രായം, ഏത് സന്ദർഭത്തിൽ ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചാലും 2 റക്അത്ത് അയാൾക്ക് തഹിയ്യത്ത് നിസ്കരിക്കാം എന്നുള്ളതാണ്. അതിന്റെ കാരണം അതാണ് എന്ത്? സബബിയായിട്ടുള്ള നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കാം. മനസ്സിലാണ്ടോ? സബബിയായിട്ടുള്ള നിസ്കാരങ്ങൾ അത് നിർവഹിക്കുന്നതിന് വിരോധമല്ല. ഇതൊരു സബബുള്ള നിസ്കാരമാണ്. ഇവിടെ സബബ് എന്താ? പള്ളിയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള നിസ്കാരങ്ങൾ, ഒരു സബബുള്ള നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്ത് നിർവഹിക്കുന്നതിന് വിരോധമല്ല. ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്നുള്ളതാണ് അതിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. അതിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ പറഞ്ഞു, ഫി ഹാദിൽ മസലത്തി ഖിലാഫുൻ ബൈന അഹ്ലിൽ ഇൽമി, അഹ്ലുൽ ഇൽമിൽ ഖിലാഫുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസ്വഹീഹു, സ്വഹീഹായിട്ടുള്ള അഭിപ്രായം തഹിയ്യത്തുൽ മസ്ജിദി മശ്റൂഅത്തുൻ ഫി ജമീഇൽ ഔഖാത്ത്. കണ്ടോ, തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത് എല്ലാ സമയത്തും അത് മശ്റൂ ആണ്. എന്നിട്ട് ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. ആ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, വലിയ അന്നഹ, കാരണം തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത് മിൻ ദവാത്തിൽ അസ്ബാബി, അത് ഒരു കാരണമുള്ള നിസ്കാരങ്ങളിൽ പെട്ടതാണ്. ഇതുപോലെ കസ്വലാത്തി തവാഫി വസ്വലാത്തിൽ ഖുസൂഫി, അതേപോലെ നിസ്കാരം കള്ളാ വീട്ടുന്നത് പോലെ. അപ്പൊ ഇങ്ങനെ സബബുള്ള നിസ്കാരമാണ്, സബബിയായിട്ടുള്ള നിസ്കാരം. അതുകൊണ്ട് ഏത് സമയത്ത് പള്ളിയിൽ പ്രവേശിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാം? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കാം, അതിന് വിരോധമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. അതല്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഇബ്നു സമീൻ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇങ്ങനെയുള്ള ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നേരത്തെ പറഞ്ഞ നമ്മൾ വായിച്ചല്ലോ. ആ വായിച്ചതിന്റെ അതിന്റെ അടുത്ത വരിയിൽ അദ്ദേഹം ഈ കാര്യം പറയുന്നുണ്ട്. ഏത്? ഉദറില്ലാതെ, ഒരു കാരണമല്ലാതെ ഒരാൾ ഇരിക്കുന്നത് കറാഹത്താണെന്ന് പറഞ്ഞല്ലോ നവവി. ആ പറഞ്ഞതിന് ശേഷം അടുത്ത വരിയിൽ നവവി ഇമാം പറയുന്നത് ഇതാണ്, എന്ത്? ഏത് സമയത്ത് ഒരാൾ വിരോധിക്കപ്പെട്ട സമയത്താണെങ്കിലും ശരി അയാൾ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി
ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മക്കയിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വിചാരിച്ചിട്ടുള്ളത് എന്താ വെച്ചാല് മസ്ജിദുൽ ഹറാമിൽ തഹിയ്യത്തില്ല, അവിടുത്തെ തഹിയ്യത്ത് തവാഫാണെന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് എന്ത്, ഹറമിൽ ചെന്നാൽ അവിടെ എന്തില്ല, തഹിയ്യത്ത് നിസ്കാരമല്ല, അവിടെ കഅബ തവാഫ് ചെയ്യലല്ല അവിടുത്തെ തഹിയ്യത്ത്. യഥാർത്ഥത്തിൽ അവിടെയും അതിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് എന്താ വെച്ചാല് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയോട് ഈ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാല് ഒരാൾ മുഹ്രിമാണെങ്കിൽ അയാൾ തവാഫ് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ 2 റക്അത്ത് തഹിയ്യത്തിന് പകരം ആ തവാഫ് മതി. ഒരാൾ ഹജ്ജിന് വേണ്ടി ചെന്നു, അല്ലെങ്കിൽ ഒരാൾ ഉംറക്ക് വേണ്ടി പോവാണ്, അല്ലെങ്കിൽ ഒരാൾ തവാഫ് നിയ്യത്ത് വെച്ച് പോവാണ്, അയാളെ സംബന്ധിച്ചിടത്തോളം ആ 2 റക്അത്തിന് പകരം, ഏത് തഹിയ്യത്തിന്റെ 2 റക്അത്തിന് പകരം ഈ തവാഫ് മതി. ഇനി അതല്ലാത്ത ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ ഹറമിൽ പ്രവേശിക്കുകയാണെങ്കിൽ, പിന്നെ ദിക്റിന്റെ മജ്‌ലിസിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ, അല്ലെങ്കിൽ നിസ്കരിക്കാൻ അവിടെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ആളുകൾ ആരും ആയിക്കോട്ടെ, മറ്റുള്ള നിയ്യത്ത് വെച്ചിട്ടാണ് തവാഫിന്റെ ഉദ്ദേശം നിയ്യത്ത് അയാൾക്ക് ഇല്ല എങ്കിൽ അയാൾ എന്ത് ചെയ്യണം, മറ്റുള്ള പള്ളികളിൽ പ്രവേശിച്ച് അയാൾ 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ ഹറമിൽ ചെന്നാൽ എന്ത് ചെയ്യണം, 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. അതാണ് ആ വിഷയത്തിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം. അപ്പൊ നിസ്കരിക്കേണ്ടെന്ന് പറയാൻ കാരണം എന്താ വെച്ചാലും, പിന്നെ ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വന്നു, എന്നിട്ട് കഅബ തവാഫ് ചെയ്തു എന്ന് പറയുന്ന ഹദീസാണ് അവർ അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെ മുഹരിമായി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളാണ്, അല്ലെങ്കിൽ തവാഫ് നിയ്യത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളാണ്. അതല്ലാത്ത ആളുകൾ ഒരാൾക്ക് തവാഫ് ചെയ്യാനുള്ള നിയ്യത്തില്ല, അയാൾ അവിടുത്തെ ദർസിൽ എൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരത്തിന് പങ്കെടുക്കാൻ, അല്ലെങ്കിൽ കുറച്ചു നേരം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്, അവരൊക്കെ എന്ത് ചെയ്യണം, 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് മാത്രം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു മസ്അല ഉണ്ട്. എന്താണ് മസ്അല? ഹറമിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് മസ്അല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇഷ്തഹറ ഇൻദ കസീരി മിനൻ നാസി, അധിക ജനങ്ങളുടെ അടുത്തും അറിയപ്പെട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ അന്ന തഹിയ്യത്തുൽ മസ്ജിദ് അൽ ഹറാം തവാഫ്, മസ്ജിദുൽ ഹറാമിലെ തഹിയ്യത്ത് എന്നുള്ളത് തവാഫാണെന്നുള്ളതാണ് അധികം ആൾക്കാർക്കിടയിൽ മഷ്ഹൂറായിട്ടുള്ളത്. എന്നാൽ വലൈസ കദാലിക, കാര്യം അങ്ങനെയല്ല. വലാകിൻ തഹിയ്യത്തുഹ തവാഫ് ലിമൻ അറാദ അൻ യതൂഫ, തവാഫ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവന്റെ തഹിയ്യത്ത് അതാണ്. ഫൈദ ദഹൽ ഇൻസാനുൽ മസ്ജിദുൽ ഹറാമി യുരീദു തവാഫ ഫൈന തവാഫു യുഗ്നി അൻ തഹിയ്യത്തിൽ മസ്ജിദ്, ഒരാൾ തവാഫ് ഉദ്ദേശിച്ചുകൊണ്ട് ഹറമിൽ പ്രവേശിക്കുകയാണെങ്കിൽ 2 റക്അത്ത് തഹിയ്യത്തിന് പകരം എന്ത് മതിയാവും, ആ തവാഫ് മതിയാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ഉദ്ധരിച്ചിട്ട് പറയാണ്. എന്നാൽ ഇദാ ദഖൽ മസ്ജിദുൽ ഹറാം ബിനിയത്തി ഇൻതിലാരി സ്വലാത്തി, ഒരാൾ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ പ്രവേശിക്കുകയാണ്, അവ അല്ലെങ്കിൽ ഹുദൂരി മജ്‌ലിസിൽ ഇൽമി, എൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചത്, ഔ മാ അശ്ബഹു ദാലിക ഫൈന തഹിയ്യതഹു അൻ യുസല്ലി റക്അത്തൈനി കഗൈരിഹി മിനൽ മസാജിദി, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പിന്നെ സുന്നത്ത് എന്താണ്, മറ്റുള്ള പള്ളികളിൽ അവൻ ചെയ്യുന്നത് പോലെ തന്നെ 2 റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ് അതിന്റെ തെളിവ്. ഇദാ ദഖല അഹദുകുൽ മസ്ജിദ് ഫലാ യജ്ലിസ് എന്ന് പറഞ്ഞിട്ട് ഹദീസ് അത് എടുത്ത് ഉദ്ധരിക്കുകയാണ്. വഹാദ യശ്മലുൽ മസ്ജിദുൽ ഹറാം, ഈ പറഞ്ഞ ഹദീസ് മസ്ജിദുൽ ഹറാമിനും ബാധകമാണ്. ഏത്, നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ പ്രവേശിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഒരു പള്ളിയിൽ പ്രവേശിച്ചാൽ 2 റക്അത്ത് നിസ്കരിക്കണം, നിസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പറഞ്ഞ ഹദീസ് മസ്ജിദുൽ ഹറാമിനും ബാധകമാണ് എന്നുള്ളതാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മസ്ജിദുൽ ഹറാമിൽ ഇങ്ങനെയാണ് അതിന്റെ അവസ്ഥ. അപ്പൊ ആൾക്കാരെന്ത് ചെയ്യും, അതിന്റെ അവിടെ തഹിയ്യത്ത് നിസ്കാരം ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തവാഫ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെന്ത് ചെയ്യും, അവിടെ പോയിട്ട് പള്ളിയിൽ പോയിട്ട്. അപ്പൊ അതല്ല അതിന്റെ രീതി. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞതുപോലെ ഒരാൾക്ക് എത്ര തവാഫ് ചെയ്യാൻ പറ്റുമോ അത്രയും തവാഫ് ചെയ്യുന്നത് അഫ്ളലാണ്. അപ്പൊ തവാഫ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളാണെങ്കിൽ അയാളെന്ത് ചെയ്യണം, ആ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇനി ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു, ആ സന്ദർഭത്തിൽ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണം? അത് ഇബ്നു തൈമിയ്യയുടെ മാത്രം അഭിപ്രായമല്ല കേട്ടോ, ഈ ഹറമത്തെ അഭിപ്രായം എല്ലാവരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അതിന്റെ ഓരോന്നും വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. ആ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരാള് പിന്നെ നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുന്നതെങ്കിൽ അയാൾ ചെയ്യേണ്ടത് എന്താ? അയാൾ തഹിയ്യത്ത് നിസ്കരിക്കുകയാണോ വേണ്ടത്, അതല്ല ആ ബാങ്കിന് ഉത്തരം കൊടുക്കുകയാണോ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? അയാള് ബാങ്കിന് ഉത്തരം കൊടുക്കണം, എന്നിട്ട് തഹിയ്യത്ത് നിസ്കരിക്കണം. എന്നാൽ വെള്ളിയാഴ്ച ആണെങ്കിലോ, അതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്, ഇതൊക്കെ ധാരാളം ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള സംശയം ഉണ്ടാവും. വെള്ളിയാഴ്ച ആണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് എന്താ? വെള്ളിയാഴ്ച ആണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തഹിയ്യത്ത് നിസ്കരിക്കാം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചു. അദ്ദേഹം അതിന് വിശദീകരണം പറഞ്ഞെന്താ വെച്ചാൽ ഇതേ ചോദ്യമാണ്. ഏത്, ഇങ്ങനെ പള്ളിയിൽ പ്രവേശിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഞാൻ മുഅദ്ദിന് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കണം, മുഅദ്ദിന് ഉത്തരം കൊടുക്കണം, അവിടെ വെയിറ്റ് ചെയ്യണോ, മുഅദ്ദിന് ഉത്തരം കൊടുത്തിട്ട് അതല്ല തഹിയ്യത്ത് നിസ്കരിക്കണോ? കാരണം പള്ളിയിൽ പ്രവേശിച്ചാൽ തഹിയ്യത്ത് നിസ്കരിക്കണം എന്നാണല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഹാദാ ഫീ തഫ്സീൽ, ഇത് കുറച്ച് വിശദീകരിച്ച് പറയേണ്ട കാര്യമാണ്, തഫ്സീലുണ്ട്. അതുകൊണ്ട് ഇതാ ദഖൽത വൽ മുഅദ്ദിനു യുഅദ്ദിനു ലിസ്വലാത്തിൽ ജുമുഅത്തി, അല്ലാതാൻ അവിടെ മുഅദ്ദിന് പിന്നെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ 2ാമത്തെ ബാങ്കാണ്, അതായത് ഖതീബ് മിമ്പറിൽ കയറി നിന്നിട്ടുള്ള പിന്നെ ബാങ്കാണ്. ഫഹാഹുനാ നഖൂൽ, ഇവിടെ നമ്മൾ പറയുന്നു ബാദിർ ബി തഹിയ്യത്തിൽ മസ്ജിദ്. കണ്ടോ, വെള്ളിയാഴ്ചയാണ്, ഖതീബ് മിമ്പറിൽ ഇരുന്നിട്ടുണ്ട്, ആ സന്ദർഭത്തിലാണെങ്കിൽ എന്ത് ചെയ്യണം? തഹിയ്യത്ത് പെട്ടെന്ന് നിസ്കരിക്കണം. വലാ തൻതദിർ ഇൻതിഹാൽ മുഅദ്ദിൻ, മുഅദ്ദിന് ബാങ്ക് കൊടുത്ത് തീരുന്നത് വരെ
മുഅദ്ദിനെ വെയിറ്റ് ചെയ്യരുത്. കാരണം അവിടുത്തെ നിയമം എന്താണ്? ഖുത്ബ കേൾക്കുക എന്നുള്ളത് വാജിബാണ്. പിന്നെ മുഅദ്ദിൻ ഉത്തരം കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ്. കണ്ടോ, ഓരോ നിയമങ്ങൾ കണ്ടോ. ഖുത്ബ കേൾക്കുക എന്നുള്ളത് നിർബന്ധം, മുഅദ്ദിൻ ഉത്തരം കൊടുക്കുക എന്നുള്ളത് സുന്നത്ത്. അപ്പൊ അവിടെ വാജിബിനെ മുന്തിക്കുക എന്നുള്ളതാണ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി പറയണം. അപ്പൊ അതുകൊണ്ട് ചെയ്യണം. ഹൈസു ഇന്ന ഇസ്തിമാഅൽ ഖുത്ബത്തി വാജിബുൻ വ ഇജാബത്തുൽ മുഅദ്ദിനി ഗൈറു വാജിബ്. ഇത് വെള്ളിയാഴ്ചത്തെ നിയമം. ഇത് വെള്ളിയാഴ്ചത്തെ നിയമം, അതായത് ജുമാന്റെ സന്ദർഭത്തിലുള്ള നിയമം. എന്നിട്ട് അദ്ദേഹം പറയണം അമ്മ ഇതാക്കാൻ ഗൈരി ദാലിക. വെള്ളിയാഴ്ച അല്ലാത്ത ദിവസമാണ് ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചതെങ്കിൽ അവിടെ മുഅദ്ദിന് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഫൽ അഫ്ദലു അൻ തബ്ഖ ഖായിമൻ. നീ എന്ത് ചെയ്യണം? അവിടെ നിൽക്കണം, വെയിറ്റ് ചെയ്യണം, ഇരിക്കരുത്. അവിടെ നിൽക്കണം, നിന്നിട്ട് വെയിറ്റ് ചെയ്യണം. ഹത്താ തുജീബൽ മുഅദ്ദിൻ, നീ മുഅദ്ദിന് ഉത്തരം കൊടുക്കണം. വതദൂ ബിദ്ദുആഇൽ മഅറൂഫി, എന്നിട്ട് നീ ആ പ്രാർത്ഥന ചൊല്ലണം. ബഅദൽ അദാനി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ബാങ്കിന് ശേഷം സ്വലാത്ത് ഉണ്ടോ? ബാങ്കിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ഉണ്ടോ? ഉണ്ട് അല്ലെ? പക്ഷെ ഒരു വളരെ കുറച്ച് ആൾക്കാരെ സ്വലാത്ത് ചെല്ലുന്ന ആൾക്കാരുള്ളൂ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമത്തി എല്ലാവരും ചൊല്ലും. ബാങ്കിന് ശേഷം പ്രത്യേകം ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാള് മുഅദ്ദിൻ പറയുന്നത് പോലെ പറഞ്ഞു, എന്നിട്ട് ബാങ്കിന് ശേഷം പിന്നെ അല്ലെ ഒരാള് സ്വലാത്ത് ചൊല്ലി പിന്നെയാണത് അല്ലെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമത്തി വരുന്നത്. അപ്പൊ അവിടെ സ്വലാത്ത് പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇബ്നു സൈം പറയണം. അപ്പൊ അയാള് പിന്നെ സ്വലാത്ത് ചൊല്ലി എന്നിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമത്തി സ്വലാത്തിൽ ഖായിമത്തി അത് പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം സുമ്മ ബഅദാലിക തഅതി ബി തഹിയ്യത്തിൽ മസ്ജിദ്, അത് പറഞ്ഞതിന് ശേഷം സ്വലാത്ത് ചൊല്ലി ആ പ്രാർത്ഥന പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക? 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. ഏത്? വെള്ളിയാഴ്ച അല്ലാത്തത്, അതായത് പിന്നെ ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിലല്ലാത്ത സന്ദർഭത്തിൽ. ഏത് സന്ദർഭത്തിലാണെങ്കിൽ, വെള്ളിയാഴ്ച എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആ ഖുത്ബ നടക്കുന്ന സന്ദർഭത്തിലുള്ള കാര്യമാണ്. അതല്ലാത്ത ഏത് സന്ദർഭത്തിൽ ചെന്നാലും എന്ത് ചെയ്യണം? അവിടെ അതാണ് ചെയ്യേണ്ടത്. കാരണം രണ്ടിന്റെ പ്രതിഫലവും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ മുഅദ്ദിൻ ഉത്തരം കൊടുത്ത പ്രതിഫലവും കിട്ടി, ആ തഹിയ്യത്തിന്റെ പ്രതിഫലവും കിട്ടി. ഇപ്പോ ഷെയ്ഖ് ബിൻ ബാസ് ഒക്കെ പറഞ്ഞ അതാണ്, ഇബ്നു തൈമിയ്യ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഏത്? ബാങ്കിന്റെ സമയം എന്നുള്ളത് യസീർ, വളരെ കുറച്ചല്ലേ. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യുക, അവിടെ ഇരിക്കാതെ വെയിറ്റ് ചെയ്യുക, ഇരിക്കരുത്, ഇരിക്കാതെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ബാങ്കിന് ഉത്തരം കൊടുത്തതിന് ശേഷം ഈ ദിക്ർ പറഞ്ഞതിന് ശേഷം ചെയ്യുക, അവിടെ 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. ഇതാണ് ആ വിഷയത്തിൽ ശരിയായിട്ടുള്ള നിലപാട്. ഒരാൾ നിസ്കരിച്ചത് ഹറാമൊന്നുമല്ല കേട്ടോ, ഞാൻ അങ്ങനെ തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ഒരാൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരാൾ തഹിയ്യത്ത് നിസ്കരിച്ചത് ഹറാമൊന്നുമല്ല. ആ വിഷയത്തിൽ മൊത്തത്തിൽ വന്നിട്ടുള്ള ഹദീസിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായമാണ് ഈ പറയുന്നത്. അതാണ് അതിന്റെ പിന്നെ ഹദീസുകളോട് യോജിച്ച രീതിയാണ് പറയുന്നത്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യോജിച്ച രീതി. ഇനിയിപ്പോ ഒരാൾ ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഒരാൾ തഹിയ്യത്ത് നിസ്കരിച്ചു രീതി, അത് ഹറാമാണെന്നുള്ളതല്ല ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിന്റെ ആ പ്രതിഫലം നേടുക എന്നുള്ളതാണ്, ആ ഓരോന്നിന്റെയും പ്രതിഫലം ഒരു മുസ്ലിം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ആ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ വരുന്ന മറ്റൊരു വിഷയം, നമ്മൾ പള്ളിയിൽ പ്രവേശിച്ചു, ആ സമയത്ത് അവിടെ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജമാഅത്ത് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ തഹിയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ആ സന്ദർഭത്തിൽ തഹിയ്യത്ത് പാടുണ്ടോ? ആ സന്ദർഭത്തിൽ തഹിയ്യത്തില്ല, നേരെ ആ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ സുബഹിന്റെ ഒക്കെ ചില ആൾക്കാർക്ക് സുബഹി ഫർള് കിട്ടൂല, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കായിരിക്കും. ഇപ്പോ പ്രവാസികളായ നമുക്കൊക്കെ ഈ പട്ടാണികളൊക്കെ അതിന്റെ ആൾക്കാരാണ്. നിസ്കാരം സലാം കിട്ടുന്നുണ്ടാവും, ഒരു 2 റക്അത്ത് നിസ്കരിച്ചിട്ട് കുത്തിരിക്കുകയാണ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്. അവിടെ ഇഖാമത്ത് കൊടുത്താൽ പിന്നെ എന്തില്ല, അവിടെ വേറെ സുന്നത്ത് നിസ്കാരമല്ല. അത് നമ്മളൊരു വിശദീകരിച്ചിട്ടുണ്ട്, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ദർസിൽ വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ നിർബന്ധ നിസ്കാരമില്ലാത്ത മറ്റു നിസ്കാരമില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ തഹിയ്യത്ത് നിസ്കരിച്ച ഈ പറഞ്ഞ ഹദീസൊക്കെ മൗലവി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, നിസ്കരിക്കരുതെന്നുള്ള അമ്പറും വന്ന്, അല്ല നിസ്കരിക്കണം എന്നുള്ള അമ്പറും ഉണ്ട്, വിരോധം വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ പിന്നെ ഇഖാമത്ത് കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ട്, എന്നാലും നിസ്കരിച്ചിട്ട് അല്ല. അപ്പൊ ആ സന്ദർഭത്തിൽ അവിടെ നിസ്കരിക്കേണ്ടതില്ല എന്നുള്ളതാണ്. തഹിയ്യത്ത് നിസ്കരിക്കാതെ ആ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ട രീതി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്റെ ഓർമ്മയിലുള്ളത് ഞാൻ അങ്ങനെ എഴുതി വെച്ചത്, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടത് എഴുതി വെച്ചത് ഇങ്ങനെ എടുത്ത് വായിച്ചതാണ്. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. അപ്പൊ ഈ തഹിയ്യത്ത് നിസ്കാരം എന്നുള്ളത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ പറഞ്ഞു, അതിന്റെ അംബർ പറഞ്ഞു, അതിന്റെ നഹി പറഞ്ഞു, സുലൈഖിനെ നിസ്കരിപ്പിച്ചത് പറഞ്ഞു, ഖുതുബയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യം ഓരോന്നിനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർത്തിയത്, ആ ഇരുന്നാളെ വീണ്ടും നിസ്കരിപ്പിച്ചത്, അവിടെ പിന്നെ നമസ്കാരം ചുരുക്കണം എന്ന് പറഞ്ഞത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് ഖുതുബ കേൾക്കുക എന്നുള്ളത് വാജിബാണ്, എന്നിട്ട് പോലും അത് പറഞ്ഞത്, ഇങ്ങനെയുള്ള ഓരോ സംഗതികൾ നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞതുപോലെ അതിൽ എന്ത് പാടില്ല, തസാഹുൽ പാടില്ല, അലംഭാവം കാണിക്കരുത്, മടി കാണിക്കരുത് എന്ന് പറഞ്ഞത്. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി നൽകിയിട്ടുള്ള നസിഹത്ത്, എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണ്? അവർ തഹിയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അത് പിന്നെ വിരോധിക്കപ്പെട്ട സമയത്താണെങ്കിൽ പോലും അവിടെ പിന്നെ നിസ്കരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കി. അപ്പോൾ ഒരു ഇത്ര വളരെ കുറഞ്ഞൊരു സമയമാണ് തഹിയ്യത്ത് നിസ്കാരത്തിനുള്ളത്. അപ്പോൾ നമ്മുടെ മടി, നമുക്കൊക്കെ എന്താ വെച്ചാൽ മടിയായിരിക്കും. അങ്ങനെ പള്ളിയിലെ കാര്യം നമ്മൾ അവിടെ ഇരിക്കും, എന്നിട്ട് ഖുർആൻ എടുത്ത് ഓതാൻ തുടങ്ങും, നമ്മൾ നിസ്കാരം അത് മറക്കാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക.
ബാക്കിയുള്ള സുന്നതസ്കാരങ്ങളെ കുറിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് മറ്റൊരു ദിവസത്തിൽ വിശദീകരിക്കാവുന്നതാണ്. വേറെ ഒരുപാട് പ്രധാനപ്പെട്ട പിന്നെ സുന്നതസ്കാരങ്ങളുണ്ട്. അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതിങ്ങനെ തയ്യസ്കാരം പള്ളി കയറാൻ സ്കരിക്കുക എന്നുള്ള ആ ഒരു രൂപത്തിൽ വിടാതെ അതിന്റെ ഓരോ പ്രാധാന്യം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ രണ്ടരക്കാത്തല്ല, വളരെ ചുരുങ്ങിയ സമയം മതി. അപ്പോൾ അത് സ്കരിച്ചിട്ടേ നമ്മൾ ഇരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതിൽ പറയാതെ ഏതെങ്കിലും വിട്ടുപോയതുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ഏത് അപ്പോൾ അത് തുടങ്ങാതിരിക്കുക നല്ലത്, ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ്. അന്ന് നമ്മൾ ആ വിഷയം നമ്മൾ ഒരു ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഖാമത്ത് കൊടുത്താൽ നിർബന്ധ നിസ്കാരമല്ലാത്ത മറ്റൊരു നിസ്കാരം ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുമെങ്കിൽ അത് തീർക്കുക, അല്ലെങ്കിൽ ആ നിസ്കാരം ഒഴിവാക്കണം. സലാം വിട്ടണമെന്നൊന്നുമില്ല, അതല്ല, അതൊന്നുമില്ല, ആ നിസ്കാരം ഒഴിവാക്കലാണ്. അത് പറ്റും. അത് നമ്മളിതിൽ വിട്ടുപോയ വിഷയമാണ്. അപ്പൊ നമ്മൾ അവിടെ പിന്നെ സുബഹിന്റെ മുമ്പുള്ളതാണെങ്കിൽ ഇപ്പോൾ അതിന്റെ രണ്ടരക്കാലത്ത് നമ്മൾ നിസ്കരിച്ചു. ഏത് സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് സമയം ഉണ്ടെങ്കിൽ രണ്ടും നിസ്കരിക്കുക. എന്നാൽ ആ രണ്ടരക്കാലത്ത് ഇതിന് പകരം ആകും. ഏത് തഹിയ്യത്തിന് പകരമാകും. അത് ഓരോന്നോരോന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അഫ്ദൽ അത് തന്നെയാണ്. ഇനി നമുക്ക് സമയമല്ല, അവിടെ രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള സമയം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ തഹിയ്യത്ത് നിസ്കാരം ഇതിന് പകരമാണ്. അത് നമുക്ക് പറയേണ്ട വിഷയമാണ്. അത് എഴുതി നോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ പറയാൻ നമുക്ക് പിന്നെ പറയാം. കാരണം അതെല്ലാ നിസ്കാരങ്ങളും അങ്ങനെ പറ്റൂല. ഇത് പറ്റും. കാരണം അവിടെ നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നാണല്ലോ. അപ്പൊ ആ രണ്ടരക്കാലത്ത് നിസ്കരിക്കുമ്പോൾ എന്തായി, അതിൽ വന്നു നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നുള്ള കൽപ്പനയും അതിൽ വന്നു. സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് അവിടെ കിട്ടുകയും ചെയ്തു. എല്ലാം അങ്ങനെ അതാക്കാൻ പറ്റൂല. അപ്പൊ അത് വേറെ തന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ നീയത്ത് മറ്റിൽ പ്രവേശിക്കുന്ന കാര്യം വേറെ തന്നെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതവിടെ പറ്റും. അതിപ്പോ നമ്മൾ ആ ഫർളിൽ പ്രവേശിച്ചാലും, ഫർള് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ നമ്മൾ പ്രവേശിച്ചാൽ എന്താവും, ഇത് കിട്ടും എന്നുള്ളതാണ് പറയണത്. ഈ തഹിയ്യത്തിന്റെ പ്രതിഫലം അവിടെ, കാരണം അവിടെ എന്താ രണ്ടരക്കാലത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്. അപ്പൊ അതിൽ വന്നു രണ്ടരക്കാലത്ത് നിസ്കരിക്കാതെ നമ്മൾ ഇരുന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ തന്നെയാണ് അതിൽ വരും. അത് നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പൊ വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഉണ്ടാവും. ഹംറാസ് ഉസ്താദിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും സെന്ററിൽ വെച്ചിട്ട്. അത് നിങ്ങളെ വിവരം അറിയിക്കും. പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ക്ലാസ്സിന് ശേഷം ഒരു ചെറിയ സ്നാക്സ് ഇൻഷാ അല്ലാഹ് താഴെ ഉണ്ടാകും. ഇതോടുകൂടിയിട്ട് നമ്മൾ പിരിയാണ്, എല്ലാവരും പിരിഞ്ഞു പോവുക. പിന്നെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പോൾ താഴെ സ്നാക്സ് ഉണ്ടാകും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഇങ്ങനെ നല്ല രോഗങ്ങളുള്ള, ക്യാൻസർ ഇങ്ങനെയുള്ള രോഗങ്ങൾ, കിഡ്നി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു അവരുടെ എല്ലാം അസുഖം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا